SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ കോമ ഫണ്ട്. ഇതിലെ കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി ഷെയറിലാണ് കൂടുതൽ നിക്ഷേപിക്കുന്നത്. 20 കൊല്ലം മുമ്പ് 10 രൂപ തുടങ്ങിയ ഇതിൻ്റെ NAV ഇപ്പം 100 രൂപയുടെ മുകളിലാണ്. അതായത് ഏകദേശം 10 ഇരട്ടി കഴിഞ്ഞു. ഫോർ എക്സാമ്പിളായിട്ട് കഴിഞ്ഞ 20 കൊല്ലം മുമ്പ് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1,06,00,000 രൂപ ആവുന്ന ഗ്രോത്ത് ഇത് കൊടുത്തു കഴിഞ്ഞു. 20 കൊല്ലം ലോങ് ടൈം ആണ്. നമ്മളൊരു 5 കൊല്ലം മുമ്പേ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 26 ലക്ഷം രൂപ ആയുന്ന ഗ്രോത്ത് അതിൽ കിട്ടിക്കഴിഞ്ഞു. 5 കൊല്ലത്തെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 21% ആവറേജ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ 5 കൊല്ലം മുമ്പ് 10 ലക്ഷം ഇട്ടപ്പോൾ 26 ലക്ഷം രൂപയായി. നമ്മളൊരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ അത് ഇരട്ടിയാവാൻ 10 കൊല്ലം കഴിയുന്ന സാഹചര്യമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി 3 കൊല്ലം മുമ്പേ 10 ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ ഇതിപ്പം 16 ലക്ഷം രൂപയുടെ മുകളിലാവുകയായിരുന്നു. കോമ ഫണ്ട്, SBI കോമ ഫണ്ട് ഏറ്റവും നല്ലൊരു ഫണ്ടാണ്. വളരെ ഹൈ റിസ്ക് അല്ല, ഹൈ റിസ്ക് ഫണ്ട് തന്നെയാണ്. അതുപോലെ വൻ ഗ്രോത്ത് അല്ല, ഒരു ആവറേജ് ഗ്രോത്തും ഒരു ആവറേജ് റിസ്ക്കും. ആവറേജ് റിസ്ക് അല്ല, ഹൈ റിസ്ക് തന്നെ, പക്ഷെ ഒരു നല്ലൊരു സ്റ്റേബിളായിട്ട് പോകുന്ന ഒരു ഫണ്ടാണ് SBI കോമ ഫണ്ട്. ഇതിൽ ലംസം എമൗണ്ട് വെറും 5000 രൂപയ്ക്ക് തുടങ്ങാമെങ്കിലും നമ്മുടെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ SIP ആണെങ്കിൽ വെറും 500 രൂപ വെച്ച് നമുക്ക് മന്ത്ലി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെപ്പറ്റി അറിയാനും ചേരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും എന്നെ ബന്ധപ്പെടാം. ഞാൻ അലക്സിയോസ് കുര്യൻ. താങ്ക് യു.